ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷിറ്റ്സ് സ്പൈസസ്. ഇന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന അടിപൊളി പ്രോൺസ് ഗീ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു 5 വറ്റൽമുളക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 3 കാശ്മീരി മുളകും കൂടി കട്ട് ചെയ്തിട്ട് വിനീഗറിലും വെള്ളത്തിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 5 ഗാർലിക് എടുത്തിട്ടുണ്ട്, ഒരു 2 ഇഞ്ച് സൈസ് വരുന്ന ജിഞ്ചറും എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് അരച്ചിട്ട് ഒരു സോസ് ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഒനിയനും പിന്നെ സോക്ക് ചെയ്ത് വെച്ച ചില്ലീസും ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലീസ് സോക്ക് ചെയ്യുന്നത് ഞാൻ 1/4 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്ത് വെച്ചത്. അതൊരു 10 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്തിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയാണ് ആവശ്യമുള്ളത്, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഒരു പാത്രം വെക്കുക, അതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഗീ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഗീയിലായൊരു പൊരിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും മണമൊക്കെ വരുന്നത്. അപ്പോൾ ഗീ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഇതിന് ഗീ റോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഇതിലിട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പ്രോൺസ് ഞാൻ ഇതിൽ മസാല എന്താണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഫെനൽ സീഡ്സിൻ്റെ പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1 ടീസ്പൂൺ സോൾട്ടും ഇത്തിരി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് എങ്കിലും മിനിമം നിങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. പ്രോൺസിൽ നല്ലോണം മസാല കോട്ട് ചെയ്ത് കിട്ടണം. അതുകൊണ്ട് അതൊരു 15 മിനിറ്റ്സ്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ആലോചിച്ചത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ ഈ പ്രോൺസ് മാരിനേറ്റ് ചെയ്യുന്നതെന്ന്. സോറി, അത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മസാലകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ലോണം അതേപോലെ തന്നെ മാരിനേറ്റ് ചെയ്യുക. ഇനി ഇത് ഗീയിൽ വിട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ്സ് തിരിച്ചും മറിച്ച് ഇട്ടാൽ മതി. തല ഇഷ്ടമുള്ളവർക്ക് തലയും ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ തലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം തല ഇവിടെ രണ്ടാൾക്കും ഇഷ്ടമാണ്. അപ്പം പ്രോൺസിൻ്റെ കൂടെ ഞങ്ങൾ എപ്പോഴും തലയും കൂടി എക്സ്ട്രാ വാങ്ങും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ അത് ഇടുമ്പോൾ കുറച്ചും കൂടി ഫ്ലേവറാണ്. ഈ തലേന്ന് വെള്ളം ഇറങ്ങിയിട്ടൊക്കെ വരുന്ന സമയത്ത് പ്രോൺസിനും വേറെ തന്നെ ടേസ്റ്റാണ്. അപ്പം ഐ ഡോണ്ട് മൈൻഡ് ദാറ്റ്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പീസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതൊരു 3 മിനിറ്റ്സ് തിരിച്ചും മറിച്ച് ഇട്ടാൽ മതി കേട്ടോ. വേഗം ഒന്ന് വെന്ത് കിട്ടുന്ന സാധനമാണ് ഈ പ്രോൺസ്. അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് കളർ വരുന്ന വരെ ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്കിത് കോരി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് പ്രോൺസ് കുക്കായി വന്നിട്ടുണ്ട്. കാരണം ആ ഗീയിൽ തന്നെ ഇതിട്ട് നല്ല മണമാണ് കേട്ടോ. ആ ഗീയിൽ ഈ പ്രോൺസ് നമ്മൾ സോട്ടേ ചെയ്യുമ്പം നല്ല മണം വരും. അപ്പോൾ ഇത് അതിൻ്റെ മേലെ ഞാൻ കുറച്ചൊന്ന് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓൾമോസ്റ്റ് കുക്കായി. ഇനി ഞാനത് പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് നോക്കുക. ട്രൈ ഔട്ട് ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. പ്ലീസ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. ഇനി ഇതാ ഞാനെല്ലാം പ്ലേറ്റിലേക്ക് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കടു കുറച്ച് പൊട്ടിക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ കടു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് പൊട്ടാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ, കാരണം നമ്മൾ ഈ മസാലയൊക്കെ ഉണ്ടല്ലോ അതിൽ. അപ്പോൾ കടു പൊട്ടിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ച സോസ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൽ കൂടി തന്നെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല തിള വരണം. ഒരു 15 മിനിറ്റത്തോളം ഇത് നല്ലോണം ഒന്ന് കുറുകിയെടുക്കണം. ആ വെള്ളം എല്ലാം കുറുകി വറ്റി വരുന്ന സമയം വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. കാരണം ഇതിൽ ആ പച്ച ചുവയൊന്ന് മാറിക്കിട്ടണം. എല്ലാം ഉള്ളിയുടെയും ജിഞ്ചറിൻ്റെയും എല്ലാത്തിൻ്റെയും പച്ച ചുവയൊന്ന് മാറിക്കിട്ടുന്നവരെ നമ്മളിത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ നല്ലോണം ഒരു 10-15 മിനിറ്റ് വരെ ഞാനിത് നല്ലോണം ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഈ പ്രോൺസ് ഗീ റോസ്റ്റ് കഴിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ പോയി നാട്ടിലേക്ക് വരുന്ന സമയത്ത്, അതായത് കണ്ണൂരേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു പകുതിയായപ്പം. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനായിരുന്നു നീർദോശയും ഈ പ്രോൺസ് ഗീ റോസ്റ്റ് ആയിരുന്നു ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രോൺസ് ഗീ റോസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. അത്രയും നീർദോശ കഴിച്ചു എന്ന് നമുക്ക് എണ്ണയില്ല, അത്രയും നീർദോശയും. കാരണം അത്രയും നേരിയതാണല്ലോ ഈ നീർദോശ എന്ന് പറയുന്നത്. അപ്പം അതും ഈ പ്രോൺസ് ഗീ റോസ്റ്റും അപാര ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും യു ഷുഡ് ട്രൈ ദാറ്റ്. ഇനി നിങ്ങൾ പ്രോൺസ് ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നീർദോശയിൽ കൂടെ ഇത് കഴിച്ചു നോക്കുക കേട്ടോ. ചപ്പാത്തിയും പൊറോട്ടയും അല്ലാതെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു നീർദോശയാണ്. അപ്പോൾ എന്തായാലും ഡു ട്രൈ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം അടച്ച് വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം വറ്റുന്നവരെ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ.
വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോൺസ് ഗീ റോസ്റ്റ് റെസിപ്പിയാണ്. ആർക്കും ഉണ്ടാക്കാം കേട്ടോ, അത്രയും സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നീർദോശയിലൂടെ ട്രൈ ഔട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇത് മതി, എനിക്ക് ഇത്ര ഗ്രേവിയാണ് എനിക്ക് ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് നോക്കുക, നല്ല ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഗ്രേവി പോലെ ആക്കിയെടുക്കുക കേട്ടോ. കുറച്ചൊന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് ഞാനിവിടെ കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞില്ല, ഏറ്റവും ലാസ്റ്റ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ചൊരു ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോൺസ് ഗീ റോസ്റ്റ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്രാവശ്യം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിപ്പി ആകുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ, കുക്ക് വിത്ത് ലവ്.